തിരുവനന്തപുരത്തേക്ക് കൂടി പോവുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സുലേഖ ശശികുമാർ കൂടി ചേരുന്നുണ്ട്. സുലേഖ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. സുലേഖ, സന്നിധാനത്തെയും അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെയും വിശേഷങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷുവിന്റെ ആഘോഷങ്ങൾ? എന്തായാലും ഈ മലയാളികളൊക്കെ തന്നെയും ഇന്ന് വിഷു ആഘോഷത്തിൻ്റെ തിരക്കിലൊക്കെ തന്നെയാണ്. ഇന്ന് എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ 3:30 തന്നെ ദർശനം ആരംഭിച്ചിട്ടുണ്ട്. 3:30 ആരംഭിച്ച ദർശനം 4:00 വരെ തുടർന്നിരുന്നു. വിഷുക്കണിയും അമ്പലത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് മലയാളികളൊക്കെ തന്നെയും വിഷുവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അത്തരത്തിൽ വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയായ ഈ വിഷുക്കാലം അത് സമൃദ്ധമായി തന്നെ മലയാളികൾ ഒന്നടങ്കം ഇത് ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ വലിയ ഒരു തിരക്ക് തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദർശനത്തിനെത്തുന്ന ആളുകളുണ്ട്. അതിനൊപ്പം തന്നെ ഇങ്ങനെ ഈ വിഷുവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വലിയ ജനത്തിരക്ക് ഉണ്ടാകുന്നതാണ്. അത് ഈ വിഷുദിനത്തിനുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പല ദേശങ്ങളിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയ ആളുകളുണ്ട്. എന്തായാലും എല്ലാവരും തന്നെ വലിയ ആഘോഷപൂർവ്വം ഈ വിഷു കൊണ്ടാടുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെയോടുകൂടി തന്നെ ഈ വിഷു തിരക്കൊക്കെ തന്നെയും ഈ തലസ്ഥാനത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നതോടുകൂടി തന്നെ വീടുകളിൽ കണിയൊരുക്കിയതിന് ശേഷം ക്ഷേത്രത്തിൽ കണി ദർശിക്കുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ശരി.